ഇന്നലെ അന്തരിച്ച പ്രശസ്ത വചനപ്രഘോഷകൻ ബ്രദർ രാജൻ കാൽവരിക്ക് അന്ത്യോപചാരമർപ്പിക്കാനായി നൂറുകണക്കിന് ആളുകളാണ് നല്ലങ്കരയിലെ ഭവനത്തിലേക്ക് എത്തുന്നത്. ബ്രദറിൻ്റെ മൃതസംസ്കാര കർമ്മങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ആരംഭിക്കും. നല്ലങ്കര സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം വിലാപയാത്രയായി ചേർപ്പ് സെൻറ്റ് ആന്റണീസ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക. നല്ലങ്കര ചിറക്കടവിൽ കോട്ടയത്തുകാരൻ ആന്റണി മകൻ രാജൻ എന്ന ബ്രദർ രാജൻ കാൽവരി ഇന്നലെയാണ് നിത്യതയിലേക്ക് യാത്രയായത്. മെയ് 2 ശനിയാഴ്ച ഒരു സന്യാസിനിയുടെ ഉടുപ്പിടൽ കർമ്മവുമായി ബന്ധപ്പെട്ട അനുബന്ധ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ ബ്രദറിനെ ആസ്പത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കാൽവരി ധ്യാനമന്ദിരം, ഗാഗുൽത്ത ധ്യാനമന്ദിരം എന്നിവിടങ്ങളിലെ ശുശ്രൂഷകനും അറിയപ്പെടുന്ന വചനപ്രഘോഷകനുമായിരുന്നു ബ്രദർ രാജൻ കാൽവരി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വചനപ്രഘോഷണം നടത്തിയിട്ടുണ്ട് അദ്ദേഹം. വിവിധ ഭാഷകളിൽ വചനം പറയുന്നതിന് പ്രത്യേക പ്രാവീണ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എക്സോസിസത്തെക്കുറിച്ചും പൈശാചിക ബാധകളെക്കുറിച്ചുമൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ബ്രദറിൻ്റെ വീഡിയോകൾക്ക് വലിയ പ്രചാരം തന്നെ ലഭിച്ചിരുന്നു. സോഷ്യൽ മീഡിയയെ ദൈവരാജ്യ വിസ്തൃതിക്കായി ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു അദ്ദേഹം. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിരവധി വീഡിയോകൾ അദ്ദേഹം ചെയ്തിരുന്നു. ജൈനീസ് മീഡിയയിലൂടെയായിരുന്നു ബ്രദറിൻ്റെ വീഡിയോകൾ കൂടുതലായും വിശ്വാസികളിലേക്ക് എത്തിച്ചിരുന്നത്. ബ്രദറിൻ്റെ വിയോഗത്തിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടും വിശ്വാസികളോടുമൊപ്പം ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകന് രാജൻ ബ്രദറിന് ജൈനീസ് മീഡിയയുടെ അന്ത്യാഞ്ജലികൾ.